എൻ്റെ പ്രിയ ദൈവമക്കളെ, നാം വചനം കേൾക്കുക മാത്രം ചെയ്തുകൊണ്ട് അതിനെ അനുസരിക്കാത്തവരായാൽ നാം എങ്ങനെയുള്ളവരായിരിക്കുമെന്ന് യേശുവിൻ്റെ സഹോദരനായ യാക്കോബ് പറയുന്നത് ശ്രവിക്കാം. യാക്കോബ് 1:22. എങ്കിലും വചനം കേൾക്കുക മാത്രം ചെയ്തുകൊണ്ട് തങ്ങളെ തന്നെ ചതിക്കാതെ അതിനെ ചെയ്യുന്നവരും ആയിരിപ്പീൻ. യാക്കോബിൻ്റെ പുസ്തകം ആദ്യകാല ക്രിസ്ത്യാനികളെ സംബോധന ചെയ്യുന്നു. പ്രായോഗിക ക്രിസ്ത്യൻ ജീവിതത്തിനും ധാർമ്മിക സമഗ്രതയ്ക്കും ഊന്നൽ നൽകുന്നു. ദൈവവചനം വിനയത്തോടെ സ്വീകരിക്കേണ്ടതിൻ്റെയും അതനുസരിച്ച് പ്രവർത്തിക്കുന്നതിൻ്റെയും പ്രാധാന്യം ചർച്ച ചെയ്യുന്നു. ഉൾനട്ട വചനത്തെ സ്വീകരിച്ചാൽ മാത്രം പോരാ, അനുസരിക്കുക കൂടി വേണം. ബൈബിൾ കൈവശമാക്കിയത് കൊണ്ടോ അത് വായിച്ചതുകൊണ്ടോ പ്രത്യേക ഗുണമൊന്നുമില്ല. ദൈവശബ്ദം കേൾക്കുവാൻ അവൻ എന്താവശ്യപ്പെടുന്നുവോ അത് പ്രവർത്തിപ്പാനുമുള്ള ആഴമേറിയ ആഗ്രഹം നമുക്കുണ്ടായിരിക്കണം. ബൈബിൾ നാം പ്രവൃത്തിപഥത്തിലെത്തിക്കണം. വചനത്തിൽ നമുക്ക് കൂടുതൽ പരിജ്ഞാനം ലഭിക്കുന്നതനുസരിച്ച് ക്രിസ്തുവിനോടുള്ള സാദൃശ്യത്തിലും നാം വർദ്ധിച്ച നിലയിൽ അനുഭവപ്പെടുത്തിയിട്ടില്ലാത്ത പക്ഷം വേദവിദ്യാർത്ഥിയെന്ന് നാം അഭിമാനിക്കുന്നത് കൊണ്ടോ ദൈവവചനത്തോട് വലിയ മമത കാട്ടിയത് കൊണ്ടോ വലിയ പ്രയോജനമൊന്നുമില്ല. അത് സ്വയം വഞ്ചിക്കലാണ്. വചനത്തെ അനുസരിക്കാതെ കേവലം ഭൗതികമായ അറിവ് ബൈബിളിൽ സമ്പാദിക്കുന്നത് വാസ്തവത്തിൽ അനുഗ്രഹത്തെക്കാളും അധികം കെണിയാണ്. നാം പ്രാവർത്തികമാക്കേണ്ട കാര്യങ്ങളെ നിരന്തരമായി പഠിച്ചിട്ടും അത് പ്രായോഗികമാക്കാത്ത പക്ഷം നാം നിരാശയുള്ളവരും ഫലശൂന്യരും നിർദ്ദയരുമായി തീരും. വചനം വായിക്കുകയും അനുസരിക്കുകയും ചെയ്യുന്നതാണ് ഏറ്റവും അഭികാമ്യം. വിശ്വാസത്തോടുള്ള പ്രതികരണമായി പ്രവർത്തനത്തിൻ്റെ ആവശ്യകതയെ വാക്യം ഊന്നി പറയുന്നു. ദൈവവചനം കേൾക്കുന്നത് പ്രധാനമാണ്, എന്നാൽ അത് പ്രായോഗികമാക്കാതെ അപൂർണമാണ്. സ്വയം വഞ്ചിക്കുക എന്ന വചനം സ്വയം വഞ്ചനയ്ക്കെതിരെ മുന്നറിയിപ്പ് നൽകുന്നു. അനുരൂപമായ പെരുമാറ്റമില്ലാതെ വാക്കിനെക്കുറിച്ചുള്ള അറിവ് മാത്രം മതിയെന്ന് വിശ്വസിക്കുന്നു. പ്രവർത്തനങ്ങളിലൂടെ പ്രകടമാകുന്ന വിശ്വാസത്തിനു വേണ്ടി ജെയിംസ് വാദിക്കുന്നു. ക്രിസ്തുവിൻ്റെ പഠിപ്പിക്കലുകൾ മനസ്സിലാക്കുന്നത് പെരുമാറ്റത്തിലും ജീവിത രീതിയിലും മൂർത്തമായ മാറ്റങ്ങളിലേക്ക് നയിക്കണം. നാം പ്രഭാഷണങ്ങൾ കേൾക്കുകയും തിരുവെഴുത്തുകൾ വായിക്കുകയും ചെയ്യുന്നു. മാറ്റങ്ങളൊന്നും വരുത്താതെ ആത്മീയമായി പൂർത്തീകരിച്ചതായി നമുക്ക് തോന്നുന്നു. ഈ അലംഭാവമാണ് ജെയിംസ് മുന്നറിയിപ്പ് നൽകുന്നത്. യഥാർത്ഥ വിശ്വാസത്തിന് പ്രവർത്തനം ആവശ്യമാണ്. നമ്മുടെ ദൈനംദിന പ്രവർത്തനങ്ങളെ പ്രതിഫലിപ്പിച്ചുകൊണ്ട് നാം പ്രസംഗിക്കുന്ന കാര്യങ്ങൾ പരിശീലിക്കുക. അവ നമ്മുടെ വിശ്വാസങ്ങളുമായി പൊരുത്തപ്പെടുന്നുണ്ടോ എന്ന് ചിന്തിക്കുക. നമ്മുടെ പെരുമാറ്റങ്ങൾ ക്രിസ്തുവിൻ്റെ പഠിപ്പിക്കലുകളുമായി യോജിപ്പിക്കാൻ നാം ശ്രമിക്കണം. നാം കേവലം വചനം കേൾക്കുന്നവരാണോ അതനുസരിച്ച് ജീവിക്കുന്നവരാണോ എന്ന് നമ്മോട് തന്നെ ചോദിക്കുന്നതിലൂടെ ദിവസവും നമ്മുടെ ആത്മീയ ജീവിതത്തെ വിലയിരുത്തുന്നു. സ്നേഹപിതാവേ, നമ്മുടെ ജീവിതത്തെയും നമുക്ക് ചുറ്റുമുള്ളവരുടെ ജീവിതത്തെയും ഒരുപോലെ സ്വാധീനിക്കുന്ന ആഴമേറിയതും കൂടുതൽ ആധികാരികവുമായ വിശ്വാസം നട്ടുവളർത്താനും വചനം അനുസരിക്കുവാനും നിന്റെ മക്കളെ അനുഗ്രഹിക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ തന്നെ.